എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയാലോ നമുക്കിന്ന്? എന്ത് മിൽക്ക് ഷേക്ക് ആണെന്നല്ലേ? ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് ഇന്ന് നമ്മൾ മിൽക്ക് ഷേക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരു മുട്ടപ്പഴം കിട്ടി, അതായത് എഗ് ഫ്രൂട്ട് എന്നെല്ലാം അറിയപ്പെടുന്ന മുട്ടപ്പഴം. അപ്പോൾ അതുകൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കാം. സാധാരണ മുട്ടപ്പഴത്തിൻ്റെ റോ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാറുമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് ആ റോ ടേസ്റ്റിനെ നമുക്ക് മറികടക്കാൻ ഈ ഒരു വിദ്യ പ്രയോഗിക്കാവുന്നതാണ്. ഇതാണ് മുട്ടപ്പഴം, അതായത് എഗ് ഫ്രൂട്ട്. പുഴുങ്ങിയ മുട്ടയുടെ ഉള്ളിലെ ആ മഞ്ഞക്കരു പോലെ തോന്നുന്ന ഒരു ഭാഗമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇതിന് മുട്ടപ്പഴം എന്ന് പേര് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പഴം പൊളിച്ചു. അതിനകത്തുള്ള ആ കാമ്പെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഷെയ്ക്ക് അടിക്കാനുള്ള പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുണ്ട്, നമുക്കതുകൂടെ എടുക്കാം. ഇനി മിക്സിയിൽ അടിക്കാവുന്ന രീതിയിൽ അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ എഗ് ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ആവശ്യമുള്ളത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ബൂസ്റ്റ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഷെയ്ക്കിൻ്റെ ടെക്സ്ചറിലേക്ക് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഫൈനായി അരഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഷെയ്ക്കിൻ്റെ ടെക്സ്ചറിലായിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും എഗ് ഫ്രൂട്ട് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.